കൊക്കക്കോള ഈ പേര് നമ്മൾ എല്ലാവരും കേട്ടിട്ടുമുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും കൊക്കക്കോള നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കുടിച്ചിട്ടുണ്ട്. അതായത് ഒന്നുകിൽ മദ്യത്തിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ കുടിച്ചിട്ടുണ്ട്. കൊക്കക്കോള കണ്ടുപിടിക്കുന്നത് ഒരു ഫാർമസിസ്റ്റ് ആണ്. കൊക്കക്കോളയുടെ കൂട്ട് അതിന്റെ രഹസ്യ ഫോർമുല ഒരു വളരെ വലിയൊരു നിലവറയ്ക്കുള്ളിൽ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പല സോഷ്യൽ മീഡിയകളിൽ കൂടി ഇത് കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമാണ്. 1886 മുതൽ 2025, അതായത് ഈ കാലഘട്ടത്തിൽ വരെ ഈ ഭൂമിയിൽ കൊക്കക്കോള എന്ന് പറയുന്ന ഒരു ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു ബ്രാൻഡാണ്. കൊക്കക്കോള എന്ന വലിയൊരു ബ്രാൻഡിന് പറയാനുള്ളത് കുമിളകളുടെയും ഒരു ആഗോള പവർ ഹൗസ് എന്ന നിലയിലേക്ക് എന്നൊരു ബ്രാൻഡിലേക്ക് മാറിയതുമായിട്ടുള്ള ഒരു കഥയാണ്. ലോകം എങ്ങനെ കുടിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ മാറ്റിമറിച്ച എന്നൊക്കെയുള്ള ചിന്തകളെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വലിയ ഒരു ബ്രാൻഡ് പാനീയമാണ് ഈ കൊക്കോ. ഈ ലോകം മുഴുവൻ ആസ്വദിച്ചു കുടിക്കുന്ന കൊക്കക്കോള എന്ന പാനീയം ശരിക്കും ഇത് റെഡ് വൈനിൽ കൊക്കൈൻ കലർത്തിയിട്ടുള്ള ഒരു മിശ്രിതമായിരുന്നു. ഈ കൊക്കക്കോള എന്ന പാനീയത്തിന്റെ കൂട്ട് വളരെ രഹസ്യമായിട്ട് വളരെ സുരക്ഷയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ അന്നത്തെ കൊക്കക്കോള പ്രാബല്യത്തിൽ വന്ന് അതിന്റെ വളർച്ച തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഈ കൊക്കക്കോളയുടെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ കൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് അലഞ്ഞിരുന്നു. അങ്ങനെ അവസാനം ഏകദേശം 2011 കാലഘട്ടത്തിൽ ഈ കൊക്കക്കോള കണ്ടുപിടിച്ച ആളിന്റെ ഉറ്റ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 130 വർഷം പഴക്കമുള്ള ഒരു ബുക്കിൽ നിന്നും ഈ കൊക്കക്കോളയുടെ കൂട്ട് കണ്ടുപിടിച്ചതായി ഒരു വാർത്തയും പുറലോകത്ത് വന്നു. അതിൽ ഏകദേശം 15ഓളം സ്പൈസ് കൂട്ടുകൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. 1886 ഒരു ഫാർമസിസ്റ്റായ ജോൺ പെമ്പർട്ടൺ ആണ് ഈ കൊക്കക്കോള എന്ന പാനീയം കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഈ കൊക്കക്കോള കണ്ടുപിടിച്ചത് തലവേദനയും ക്ഷീണവും അകറ്റുവാനുള്ള ഒരു ബ്രെയിൻ ടോണിക് ആയിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ കൊക്കക്കോളയെ മാർക്കറ്റിൽ പരിചയപ്പെടുത്തിയത്. ആദ്യകാലങ്ങളിൽ കൊക്കൈനും കഫീനും ഇതിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും, അതായത് ഒരു ഗ്ലാസ്സിന് ഏകദേശം 9 മില്ലിഗ്രാം കൊക്കൈനാണ് കൊക്കക്കോളയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവസാനം കമ്പനി 1903 ഈ കൊക്കൈൻ നീക്കം ചെയ്യുകയും ചെയ്തു. അക്കാലത്ത് ഫ്രാൻസിൽ വിൻ മരിയാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിശ്രിതം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ജോൺ പെമ്പർട്ടൺ ഈ മിശ്രിതത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊക്കക്കോള എന്ന പാനീയം അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഈ കാലങ്ങളിലാണ് US, പ്രത്യേകിച്ച് ഡീപ് സൗത്ത് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു മദ്യവിമുക്ത കീനാശേരി ആയിരുന്നു US-ന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള അതേ സമയത്ത് ഈ ബിസിനസ്സുകാരനായ ഈ പെമ്പർട്ടൺ ഈ അവസരം മുതലെടുക്കാൻ ആരംഭിച്ചു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പില് പെമ്പർട്ടൺ മദ്യപാനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പാനീയം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരുന്നു. ജോൺ പെമ്പർട്ടൺ ഈ പാനീയം കണ്ടുപിടിച്ചെങ്കിലും 1888 കാൻഡ്ലർ എന്ന ബിസിനസ്സുകാരൻ ഇത് $550 ഈ കൊക്കക്കോളയുടെ അല്ലെങ്കിൽ ഈ പാനീയത്തിന്റെ റെസിപ്പി വാങ്ങുകയും അദ്ദേഹം ഇതിനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ദശലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഈ പാനീയം മാർക്കറ്റിൽ വിറ്റഴിക്കുകയും ചെയ്തു. ഏതൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലും അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ഇതിന് പബ്ലിസിറ്റി കൊടുക്കുന്നതിനും വേണ്ടിയും ഇദ്ദേഹം ഈ ജോൺ പെമ്പർട്ടൺ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊക്കക്കോള അറ്റ്ലാന്റിക്കിലെ പ്രമുഖർക്ക് ഇതിന്റെ കൊക്കക്കോള ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള സൗജന്യ കൂപ്പണുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി. കാൻഡ്ലർ ചുമതലയേറ്റപ്പോൾ ഈ ഫ്രീ സാമ്പിൾ കൊടുക്കുന്നതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആരംഭിക്കാൻ തുടങ്ങി. അതായത് സോഡ ഫൗണ്ടനുകളിൽ നിന്നും റിഡീം ചെയ്യാനുള്ള കൂപ്പണുകൾ അദ്ദേഹം കൂടുതൽ ലഭ്യമാക്കി. ഫലമായിട്ട് 1886 1903 ഇടയിൽ 9 ഒരു അമേരിക്കക്കാരന് ഫ്രീ കൊക്കക്കോള ലഭിച്ചു തുടങ്ങി. അങ്ങനെ പ്രശസ്തമായ കൊക്കക്കോളയുടെ കുപ്പിയുടെ ഡിസൈൻ അവതരിപ്പിച്ചപ്പോൾ അത് ബ്രാൻഡിന് ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. 1899 3 ബിസിനസ്സുകാർ ഈ കൊക്കക്കോള കുപ്പിയുടെ ഡിസൈൻ അതിന്റെ പകർപ്പവകാശം ഏകദേശം $1 സ്വന്തമാക്കുകയും ചെയ്തു. കൊക്കക്കോള എന്ന പാനീയം അതിന്റെ എതിരാളികളിൽ നിന്നും വളരെ മികച്ചതായി തോന്നിപ്പിക്കാൻ വേണ്ടി കമ്പനി കുടിക്കുന്ന ഈ ഒരു പാനീയത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3.3 ഡിഗ്രി സെൽഷ്യസിന് ഉള്ളിൽ നിൽക്കണമെന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് താപനില പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരേ സമയം ഒരേ ആൾ ഒന്നിലധികം
കുപ്പികൾ അല്ലെങ്കിൽ ഒന്നിലധികം കൊക്കക്കോള പാനീയത്തിന്റെ കുപ്പികൾ മേടിച്ചുകൊണ്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട കമ്പനി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 1923 സിക്സ് പാക്കുകൾ ആദ്യമായി അവതരിപ്പിച്ചു. അതിനാൽ തന്നെ ഒന്നിലധികം ബോട്ടിലുകൾ മേടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഗ്ലാസ് ബോട്ടിലുകൾ മേടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു കേടുപാടും കൂടാതെ അല്ലെങ്കിൽ പൊട്ടാതെ താഴെ പോകാതെ വളരെ സേഫ്റ്റി ആയിട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാം എന്നുള്ള ഒരു അവസരം കൊക്കക്കോള കമ്പനി മനഃപൂർവ്വം സൃഷ്ടിച്ചു കൊടുത്തു. മദ്യശാലകൾ അടച്ചുപൂട്ടിയ ഈ ഒരു സമയത്ത് മദ്യത്തിന് പകരം എന്നുള്ള ഒരു പാനീയം എന്നുള്ള ഒരു രീതിക്ക് വന്ന ഈ കൊക്കക്കോളയെ ക്ഷീണം മാറ്റാൻ വേണ്ടി വന്ന ഈ ഒരു കൊക്കക്കോളയെ അല്ലെങ്കിൽ ഈ ഒരു ബ്രെയിൻ ടോണിക്കിനെ അന്നത്തെ അമേരിക്കക്കാർ ഒരു തങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ശീലമായി തന്നെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് സത്യം. തങ്ങൾക്ക് കൊക്കക്കോള എന്ന പാനീയം പരസ്യം ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാൻ പാടില്ലെന്ന് കമ്പനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള വഴികളെല്ലാം അവർ ആലോചിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 5 ബില്യണിലധികം കൊക്കക്കോള കുപ്പികളാണ് സൈനികർക്ക് ഇദ്ദേഹം വിതരണം ചെയ്തത്. അതേ സമയത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിൽ ഒന്നാമനാകാൻ ശ്രമിക്കുന്ന മക്ഡൊണാൾഡ് കൊക്കക്കോളയുടെ മുതലാളിയെ സമീപിക്കുകയും രണ്ടുപേരും തമ്മിൽ കൊടുത്ത ഒരു ഷെയ്ക്ക് ഹാൻഡ് പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യ കാലങ്ങളിൽ മക്ഡൊണാൾഡ് കൊക്കക്കോളയുടെ ഓഫീസായിട്ട് പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തു. അന്നും ഇന്നും കൊക്കക്കോള എന്ന പാനീയത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയുന്നത് അത് മക്ഡൊണാൾഡ് തന്നെയായിരുന്നു. തൊട്ടുപുറകെ നമ്മുടെ പെപ്സിയും അതിന്റെ വളർച്ചയിലേക്ക് വരികയും അതേസമയം തന്നെ കൊക്കക്കോള തന്റെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുകയുമായിരുന്നു. 1955 185 ml കുപ്പികളുടെ കൂടെ തന്നെ കിങ് സൈസിലും ഫാമിലി സൈസിലുമുള്ള കൊക്കക്കോള കുപ്പികൾ പുറത്തു വരാൻ തുടങ്ങി. അക്കാലത്ത് കൊക്കക്കോള തന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു പദമായിട്ട് ഒരു കുറച്ച് വാക്കുകളായിട്ട് ഉപയോഗിച്ചിരുന്നത് നിങ്ങൾ നിങ്ങളുടെ ബാഗിലിരുന്ന് കൊക്കക്കോള അല്ലാതെ മറ്റൊരു കുപ്പി പുറത്തെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരു വമ്പൻ പ്രസ്താവനയുടെ കൂടെയായിരുന്നു. 1982 കൊക്കക്കോള അതിന്റെ ഡയറ്റ് കോക്ക് പുറത്തിറക്കുകയും അത് വൻ വിജയമാവുകയും ചെയ്തു. അമേരിക്കൻ ജനതയെ രാവിലെ ഒരു ചൂട് കാപ്പിക്ക് പകരം രാവിലെ ഒരു തണുത്ത കൊക്കക്കോള എന്നുള്ള ചിന്തയിലേക്ക് തന്നെ മാറ്റി അവരുടെ ജീവിതത്തെ തന്നെ വഴിമാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. 1980-കൾ ഈ ബ്രാൻഡിന് അതിന്റെ തന്നെ ഒരു അഴിഞ്ഞാടാൻ കൊടുത്ത ഒരു സമയമായിരുന്നു 1980. കൊക്കക്കോളയാണ് സ്പേസിൽ ബഹിരാകാശത്ത് ഉപയോഗിക്കുന്ന ആദ്യത്തെ ശീതളപാനീയം. കൊക്കക്കോള എന്ന കമ്പനിക്ക് 500 ബ്രാൻഡുകളിലായി ഏകദേശം ഇന്ന് 4000 പാനീയങ്ങൾ നിലവിലുണ്ട്. കൊക്കക്കോള എന്നുള്ള ഒരു പദം ആ കമ്പനി അവകാശപ്പെടുന്നത് ലോകത്തിലെ മൊത്തം ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള രണ്ടാമത്തെ പദം എന്നതാണ്. ഈ ഭൂമിയിലെ 94% ആളുകളും കൊക്കക്കോള എന്ന പദം തിരിച്ചറിയുന്നു എന്ന് കമ്പനി സാക്ഷ്യപ്പെടുത്തുന്നു. മെക്സിക്കോയിലാണ് കൊക്കക്കോളയ്ക്ക് ഏറ്റവും അധികം ആരാധകർ എന്നുള്ളത്. അവിടെ ശരാശരി ഒരാൾ ഒരു വർഷം 700 സെർവിങ്ങുകളിലധികം കൊക്കക്കോള കുടിക്കുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 1970 കാലഘട്ടങ്ങളിൽ കൊക്കക്കോള ഒളിമ്പിക്സും ലോകകപ്പും സ്പോൺസർ ചെയ്തിരുന്നു. ഈ കൊക്കക്കോളയ്ക്ക് ഒരു ലിമിറ്റഡ് എഡിഷൻ കൂടിയുണ്ട്. അത് വടക്കേ അമേരിക്കയിലും തിരഞ്ഞെടുത്ത ചില കൺട്രികളിൽ മാത്രം ലഭ്യമാണ്. അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം.